ലോക ഊർജ്ജ ഭൂപടത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള എണ്ണ വിപണികളായി ഞെട്ടിച്ചുകൊണ്ട് റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്. പക്ഷേ ഇത്തവണ ഇന്ത്യയുടെ നീക്കം കേവലം ഒരു പകരക്കാരനെ കണ്ടെത്താൻ മാത്രമല്ല, ഇതൊരു പുതിയ യുദ്ധതന്ത്രമാണ്. വർഷങ്ങളായി പശ്ചിമേഷ്യൻ എണ്ണ രാജ്യങ്ങളുടെ മേധാവിത്വമാണ് ലോകം കണ്ടത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ ഒരു പഴയ ചങ്ങാതിയെ തേടി പോവുകയാണ്. ഒരു പതിറ്റാണ്ട് മുമ്പ് ഉപേക്ഷിച്ച ഒരു ബന്ധം, അറബ് ലോകത്തെ തന്നെ രണ്ട് ചേരികളാക്കാൻ കെൽപ്പുള്ള ഒരു നീക്കം. ഇന്ത്യയുടെ പൊതുമേഖല എണ്ണ ഭീമനായ ONGC സിറിയയിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുകയാണ്. അതെ, ആഭ്യന്തര യുദ്ധത്തിൽ തകർന്നടിഞ്ഞ സിറിയയിലേക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ അപകടകരമായ നീക്കം നടത്തുന്നത്? റഷ്യൻ എണ്ണ കിട്ടാവുന്നതിനപ്പുറം ഇറാഖിനെയും സൗദിയെയും ഞെട്ടിക്കാൻ പോകുന്ന എന്ത് ലക്ഷ്യമാണ് ഈ തീരുമാനത്തിന് പിന്നിൽ? ആ പഴയ ക്രൂഡ് ഓയിൽ കരാർ വീണ്ടും സജീവമായാൽ എന്തായിരിക്കും സംഭവിക്കുക? ലോക എണ്ണ വിപണിയെയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെയും മാറ്റിമറിക്കുന്ന ആ പൂർണ്ണമായ കഥ നമുക്ക് കേൾക്കാം. ഇന്ത്യയുടെ നിർണായക നീക്കം നമ്മൾ ചർച്ച ചെയ്യുന്നു. അവസാനം വരെ കാണുക, കാരണം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന രഹസ്യം ഈ കഥയുടെ ഒടുവിലുണ്ട്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിലെ പ്രധാന പങ്കാളി ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കേവലം സൗദി അറേബ്യ എന്നോ ഇറാഖ് എന്നോ ആയിരുന്നില്ല, മറിച്ച് റഷ്യ എന്നായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യ അതൊരു അവസരമായി കണ്ടു. വൻ വിലക്കിഴിവോടെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെയധികം സഹായിച്ചു. എന്നാൽ ഈ സൗഭാഗ്യത്തിന് അന്ത്യം കുറിക്കുകയാണ് അമേരിക്കയും യൂറോപ്പും ഉപരോധം ശക്തമാക്കുമ്പോൾ റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഇന്ത്യൻ കമ്പനികൾക്ക് ഒരു തലവേദനയായി മാറുകയാണ്. റിലയൻസ് ഉൾപ്പെടെയുള്ള വൻകിട എണ്ണ കമ്പനികൾ ഈ പ്രതിസന്ധിക്ക് ഒരു പ്ലാൻ ബി തേടാൻ നിർബന്ധിതരായിരിക്കുന്നു. ഇവിടെയാണ് ശ്രദ്ധേയമായ ഒരു മാറ്റം സംഭവിക്കുന്നത്. റഷ്യയുടെ എണ്ണ ലഭ്യമല്ലാതാകുമ്പോൾ ഇന്ത്യ പരമ്പരാഗതമായി ആശ്രയിച്ചിരുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിക്കുന്നു. നിലവിൽ റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇറാഖിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നുമാണ്. UAE, കുവൈത്ത് എന്നീ രാജ്യങ്ങളും ഈ പട്ടികയിലുണ്ട്. പക്ഷേ ഈ രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് ഒരു അപകടകരമായ സാഹചര്യമാണ്. കാരണം എണ്ണയുടെ വില നിർണ്ണയിക്കുന്നതിൽ ഈ രാജ്യങ്ങൾക്കുള്ള സ്വാധീനം വളരെ വലുതാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് വേണ്ടത് അധിക സ്രോതസ്സുകളാണ്. തങ്ങളുടെ വിലപേശൽ ശക്തി വർദ്ധിപ്പിക്കാൻ അവർ ഒരു പുതിയ കാർഡ് പുറത്തെടുക്കാൻ തീരുമാനിച്ചു. അതാണ് സിറിയൻ കാർഡ്. സിറിയയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ആഭ്യന്തര യുദ്ധവും തകർച്ചയൊക്കെയാണ്. എന്നാൽ ഒരു പതിറ്റാണ്ട് മുമ്പ് സിറിയ ഇന്ത്യയുടെ വിശ്വസ്ത എണ്ണ പങ്കാളികളിൽ ഒരാളായിരുന്നു എന്ന കാര്യം പലരും മറന്നുപോയേക്കാം. ഏകദേശം ഒരു പതിറ്റാണ്ട് മുമ്പ് ഇന്ത്യയുടെ പൊതുമേഖലാ എണ്ണ കമ്പനിയായ ONGCക്ക് സിറിയയിൽ സജീവമായ പ്രവർത്തന വിഭാഗം ഉണ്ടായിരുന്നു. സിറിയൻ കമ്പനിയായ അൽ ഫുറാത്ത് പെട്രോളിയം കമ്പനിയിൽ ONGCക്ക് ഓഹരി പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ മുതൽക്കൂട്ടായിരുന്നു. എന്നാൽ 2012 സിറിയൻ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ എല്ലാം നിലച്ചു. സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ജീവനക്കാർക്ക് മടങ്ങേണ്ടി വന്നു. കൂടാതെ അമേരിക്കയും യൂറോപ്പും സിറിയക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചതോടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയായി. ഇതാണ് ഒരു പതിറ്റാണ്ടിന്റെ ചരിത്രം. എല്ലാം അവസാനിപ്പിച്ചെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം ബാക്കിയുണ്ടായിരുന്നു: നിയമപരമായ പങ്കാളിത്തം. അൽഫുറത്ത് പെട്രോളിയം കമ്പനിയിൽ ONGCക്ക് ഇപ്പോഴും നിയമപരമായ പങ്കാളിത്തം നിലവിലുണ്ട്. ഇത് തന്നെയാണ് ഇന്ത്യയുടെ ഈ പുതിയ നീക്കത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ. യുദ്ധം അവസാനിച്ചു. സിറിയയിൽ പുതിയൊരു ഭരണകൂടം നിലവിൽ വന്നു. അതോടൊപ്പം അമേരിക്കയുമായും GCC രാജ്യങ്ങളുമായും സിറിയ ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഈ അനുകൂല സാഹചര്യമാണ് ഇന്ത്യയെ സിറിയയിലേക്ക് തിരികെ ആകർഷിക്കുന്നത്. ഇവിടെയാണ് കഥയിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവ്. ONGCയുടെ വിദേശകാര്യ വിഭാഗമായ ONGC വിദേശ് സിറിയയിലെ എണ്ണ ഖനനം വീണ്ടും ആരംഭിക്കാൻ സാധ്യതയുണ്ടോ എന്ന് സജീവമായി പരിശോധിക്കുകയാണ്. അവരുടെ ഉദ്യോഗസ്ഥർ സിറിയയിലെ പുതിയ മാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പഴയ ഇടപാടുകൾ പുനഃസ്ഥാപിക്കാൻ സാധിക്കുമോ എന്ന് വിലയിരുത്തുകയും ചെയ്യുന്നു. ഇതൊരു സാധാരണ ബിസിനസ് നീക്കമല്ല, ഇതൊരു തന്ത്രപരമായ നീക്കമാണ്. എന്തുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഞെട്ടുമെന്ന് പറയാം. അതായത് നിലവിൽ സൗദി അറേബ്യ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളാണ് ഇന്ത്യയുടെ പ്രധാന എണ്ണദാതാക്കൾ. സിറിയൻ എണ്ണ കൂടി വിപണിയിലേക്ക് എത്തിയാൽ ഈ രാജ്യങ്ങളുടെ മേധാവിത്വം കുറയും. ഇന്ത്യക്ക് കൂടുതൽ മികച്ച വിലയിൽ എണ്ണ വാങ്ങാൻ സാധിക്കും. എണ്ണ വിപണിയിൽ ഇന്ത്യയുടെ ചോയ്സ് വർദ്ധിക്കുന്നത് ഈ പ്രധാന രാജ്യങ്ങൾക്ക് ഒരു താക്കീതാണ്. വിപണി വൈവിധ്യവൽക്കരണമാണ് അടുത്തത്. അതായത് ഒരേ രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് നല്ലതല്ല. സിറിയ ഒരു പുതിയ സ്രോതസ് ആവുന്നതോടെ ഇന്ത്യക്ക് ലഭിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ വൈവിധ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും. പിന്നെ സിറിയയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നത് പശ്ചിമേഷ്യയിലെ ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കും. ഇവിടെ ഒരു പ്രധാന വെല്ലുവിളിയുണ്ട്. സിറിയയിലെ ക്രൂഡ് ഓയിൽ മേഖലയിൽ റഷ്യക്കും ഇറാനും ഇപ്പോഴും ശക്തമായ സ്വാധീനമുണ്ട്. പഴയ സിറിയൻ ഭരണകൂടം ഇവരുമായി ദീർഘകാല കരാറുകളിൽ ഏർപ്പെട്ടിരുന്നു. അതിനാൽ ONGCക്ക് ഈ രംഗത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ റഷ്യൻ താല്പര്യങ്ങളെ മറികടക്കുകയോ അല്ലെങ്കിൽ അവരുമായി സഹകരിക്കുകയോ ചെയ്യേണ്ടി വരും. സിറിയയിലെ പ്രവർത്തനം പുനരാരംഭിക്കണമെങ്കിൽ ONGCക്ക് ഒരുപാട് കടമ്പകളും കടക്കാനുണ്ട്. ഏറ്റവും പ്രധാനം കേന്ദ്ര
സർക്കാരിന്റെ അനുമതിയാണ്. സിറിയയിലെ സാഹചര്യം സുരക്ഷിതമാണെന്നും സാമ്പത്തികമായും രാഷ്ട്രീയപരമായും അനുകൂലമാണെന്നും വ്യക്തമായാൽ മാത്രമേ കേന്ദ്രം ഇതിന് പച്ചക്കൊടി കാണിക്കൂ. ഈ നീക്കത്തെ കൂടുതൽ ആകർഷകമാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി ONGCക്കുണ്ട്. സിംഗപ്പൂരിലെ അനുബന്ധ സ്ഥാപനം വഴി ആഗോള ക്രൂഡ് വ്യാപാരത്തിന് ഒരു പുതിയ യൂണിറ്റ് തുടങ്ങാൻ ONGC പദ്ധതിയിടുന്നു. ഇത് അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ ഒരു വലിയ ശക്തിയായി മാറാൻ ഇന്ത്യയെ സഹായിക്കും. റഷ്യയിൽ നിന്നുള്ള എണ്ണ ലഭ്യത കുറയുമ്പോൾ റിലയൻസ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ എണ്ണ കമ്പനികൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ സൗദി, ഇറാഖ്, UAE, കുവൈത്ത് എന്നിവിടങ്ങളിലേക്ക് ശ്രദ്ധയൂന്നുന്നു. ഇതിനൊപ്പം സിറിയയിൽ നിന്നുള്ള എണ്ണയും കൂടി ലഭിച്ചാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ഊർജ്ജ സുരക്ഷയ്ക്കും അത് ഇരട്ടി നേട്ടമാകും. ഈ നീക്കം വിജയിച്ചാൽ സൗദി അറേബ്യയും ഇറാഖും ഉൾപ്പെടെയുള്ള പരമ്പരാഗത എണ്ണ രാജ്യങ്ങൾക്ക് തങ്ങളുടെ നിലപാടുകൾ പുനഃപരിശോധിക്കേണ്ടി വരും. ചുരുക്കത്തിൽ എണ്ണയുടെ കളിയിൽ ഇന്ത്യ ഒരു പുതിയ ചട്ടം എഴുതി ചേർക്കുകയാണ്. ഇന്ത്യയുടെ ഈ സിറിയൻ നീക്കം കേവലം ഒരു ക്രൂഡ് ഓയിൽ കരാർ മാത്രമല്ല, ഇത് ലോക രാഷ്ട്രീയം, ഊർജ്ജ സുരക്ഷ, സാമ്പത്തിക ശക്തി എന്നിവയുടെ ഒരു സങ്കീർണ സമവാക്യവുമാണ്. ഇന്ത്യ അമേരിക്കൻ ഉപരോധങ്ങളെ വകവയ്ക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു. റഷ്യൻ വെല്ലുവിളികളെ നേരിടാൻ ഒരു പഴയ ബന്ധം പുനഃസ്ഥാപിക്കാനായി ശ്രമിക്കുന്നു. കൂടാതെ പരമ്പരാഗത എണ്ണ രാജ്യങ്ങളായ ഇറാഖിനും സൗദിക്കും ഒരു ശക്തമായ സന്ദേശവും നൽകുന്നു. നിങ്ങൾ മാത്രമല്ല ലോകത്തിലെ ഏക എണ്ണ സ്രോതസ്, ഞങ്ങൾക്ക് മറ്റ് വഴികളുമുണ്ട്. ഈ നീക്കം വിജയിക്കുകയാണെങ്കിൽ ലോക എണ്ണ വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉയരത്തിൽ എത്തും. എണ്ണ വിലകളിൽ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ശബ്ദത്തിന് കൂടുതൽ ശക്തി ലഭിക്കും. അറബികളെ ഞെട്ടിക്കാൻ പോകുന്ന ഇന്ത്യയുടെ ഈ ക്രൂഡ് ഓയിൽ കരുനീക്കം വിജയിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ONGCയുടെ ഈ നീക്കം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് എത്രത്തോളം ഗുണകരമാകും, സഹായകരമാകും? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.